കണ്ണൂർ ജില്ലയിൽ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണുള്ളത്. ജില്ലയിൽ 12 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് നിന്നും മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. മിഥുൻ, എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ശക്തമായ വെള്ളക്കെട്ട് കാണുന്നുണ്ട്. നിലവിൽ ജില്ലയുടെ ഒരു പൊതുവായ ഒരു അവസ്ഥ എന്താണ്? ആര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകണ്ഠാപുരം നഗരത്തിലാണ്. ശ്രീകണ്ഠാപുരം നഗരത്തിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ ഇത്തരത്തിൽ വെള്ളം കയറി തന്നെയാണ് നഗരത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു ഭൂരിഭാഗം പ്രദേശത്തും 2018-19 കാലഘട്ടത്തിൽ ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് തന്നെ നമുക്കിപ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം കണ്ണൂർ ജില്ലയിൽ പൊതുവെ പലയിടത്തും വലിയ മഴയാണ് ഇന്നലെ 2 ദിവസമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള മഴ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തുടർച്ചയെന്നോണം തന്നെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ അതിരൂക്ഷമായി ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് 2018-19 കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴിവിടെ വെള്ളം കയറിയിരിക്കുന്നത്. പല കടകളിലും വെള്ളം കയറി സാധനങ്ങളൊക്കെ തന്നെ നശിക്കുന്നൊരു സാഹചര്യമുണ്ടായി. കണ്ണൂർ ജില്ലയുടെ പൊതുവെ ഒരു ചിത്രം നോക്കുകയാണ്. ഏതാണ്ട് 13 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 571 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തൊക്കെ കടയിൽ രാവിലെ വലിയ തോതിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ആളുകൾ വന്ന് ഈ കടയിലെ സാധനങ്ങളൊക്കെ നീക്കുന്ന പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം ഇനിയും നശിക്കാതെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ തേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു ജനങ്ങളെ വലിയ ദുരിതത്തിലാക്കുന്നൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ചേട്ടനോട് പൈസ വെക്കാം. അതിനിപ്പോൾ ഇവർ കാലങ്ങളായിട്ട് ഇവിടെ കടകൾ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഈ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ തന്നെ ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടാ, ഇപ്പം എന്താ അവസ്ഥ? നിങ്ങളുടെ കടയിൽ വെള്ളം കയറ്റേണ്ട അവസ്ഥ? ഇപ്പോൾ വെള്ളം കയറിയിട്ട് സാധനമെല്ലാം കുറേ നനഞ്ഞു പോയി. പിന്നെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, വെള്ളം കയറുമ്പോൾ വണ്ടികൾ പോയിട്ട് തിരയടിച്ചിട്ട് അപ്പുറത്തെ ഗ്ലാസ്സെല്ലാം പൊട്ടി. മൊത്തം നഷ്ടം തന്നെ. ആരോടെ പറയണ്ടേ? ഈ മുൻകാലങ്ങളിലൊക്കെ മഴ പെയ്ത സമയത്ത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുന്നേ പ്രളയം വന്നിട്ട് വെള്ളം കയറിയിട്ട് ഇതായിട്ടുണ്ട്. പക്ഷേ മുന്നത്തെക്കാട്ടും കുറച്ചേ കയറിയിട്ടുള്ളൂ. ഇവർ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല വെള്ളം കയറുന്നത്. 2-3 വർഷമായി കയറാത്തത്. ഇപ്പോൾ കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇത് പറയുക, ബാക്കി എന്തെങ്കിലും നശിക്കാത്ത എന്തെങ്കിലും നനയാതെ നിന്നുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം വെള്ളം കുറച്ച് കുറയുന്നുണ്ട്. ഇതിലൊരു ആശ്വാസത്തിലുള്ള കൃത്യമാണ് ആരിസറി. അതായത് മഴയത്ത് ഈ വെള്ളം കയറിയ സ്ഥലത്ത് എന്തെങ്കിലും നശിക്കാതെ ഇനി ബാക്കിയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങളായിട്ട് വലിയ തോതിൽ ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകാറില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സംഭവം, ഈ ഒരു ദുരിതം ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഈ ഒരു പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് വർഷങ്ങൾക്ക് മുന്നേ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം തുടർച്ചയായി വെള്ളക്കെട്ടുകൾ ഇല്ലാത്തൊരു കാലമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് സാധനങ്ങൾ പലതും നീക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ഏതായാലും ഇനിയും എന്തെങ്കിലും നശിക്കാതെ ബാക്കിയുണ്ടോ എന്നാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പൊതുവെ ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 മണിക്കൂറോളമായി ഇപ്പോൾ മഴ പെയ്യാതെ നിൽക്കുന്നുണ്ട്. പലയിടത്തും ഈ വലിയ വെള്ളക്കെട്ടുകളുള്ള സ്ഥലത്ത് നിന്ന് വെള്ളം ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയും ഈ കാര്യങ്ങൾ പൂർണ്ണമായും ഒരു ഭീതിതമല്ലാത്ത സാഹചര്യമായാൽ മാത്രമേ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളെ തിരികെ വീടുകളിലേക്ക് മടക്കി വയ്ക്കൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം നമുക്ക് ഇന്നലെ 2 പേരെയാണ് ഈ വെള്ളക്കെട്ടിൽ വീണ് അല്ലെങ്കിൽ ഈ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുന്നൊരു സാഹചര്യമുണ്ടായത്. ഒരാൾ രക്ഷാപ്രവർത്തകനായ തിരുവനന്തപുരം സ്വദേശിയാണ്. മറ്റൊരാൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനൊപ്പം തേങ്ങ പിടിക്കാൻ ഇറങ്ങിയ ഒരു പേരാവൂർ സ്വദേശിയായ ഹനീഫയാണ്. 2 പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ട് ഇപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പലയിടത്തും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശ്വാസം ഉണ്ടാക്കുന്നൊരു കാര്യം, മഴയുടെ തോത് അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിലായി ഇപ്പോൾ മഴ പെയ്തിട്ടില്ല. പലയിടത്തും വെള്ളം ഒഴിയുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്. ആര്യ.
ശരി, വ്യക്തമാണ്. എന്തായാലും കണ്ണൂരിലും നിലവിൽ മഴ മാറി നിൽക്കുന്നത് ഒരു ആശ്വാസത്തിന് വകയുണ്ട് എന്ന് തന്നെയാണ് മിഥുൻ നൽകുന്ന വിവരങ്ങൾ.